എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയാലോ. ഈസി മാത്രമല്ല കേട്ടോ, ഹെൽത്തിയും കൂടെ ആണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളത് മിക്കവാറും ട്രൈ ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഇതൊരു ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ തിങ്സാണ് വേണ്ടത്, അതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം വീഡിയോയിൽ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. പക്ഷെ നമ്മൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതൊരു 10-15 മിനിറ്റത്തെ കാര്യമുള്ളൂ. നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അധികം സമയവും കാര്യങ്ങളും മെനക്കേടും ഒന്നുമില്ല. പെട്ടെന്ന് നമ്മുടെ പണി കഴിഞ്ഞ് നല്ലൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി അന്നത്തെ ദിവസം കഴിച്ച് നമുക്ക് എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിനു വേണ്ടി ആവശ്യമുള്ളൂ കേട്ടോ. ഞാനിതിനകത്ത് റവയാണ് എടുത്തിരിക്കുന്നത്. മെയിനായിട്ട് റവയ്ക്ക് 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇച്ചിരി ബേക്കിംഗ് പൗഡർ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല യോഗട്ടും എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം അതിൻ്റെ ചൂടാറി കഴിയുമ്പം വേണം കേട്ടോ ഈ തൈരും ഇച്ചിരി ബേക്കിംഗ് പൗഡറും പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഇഡ്ഡലി തട്ടിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റവ ഇഡ്ഡലി കിട്ടും. അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനൊരു ഈസി ചമ്മന്തി റെസിപ്പി കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ആ ചമ്മന്തി. അതിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.